നബിദിന പ്രസംഗം കാരുണ്യത്തിന്റെ കഥ. അസ്സലാമു അലൈക്കും. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഗുണമാണ് ദയ. മറ്റു മനുഷ്യരോടും ഇതര ജീവികളോടും നമ്മൾ ദയ കാണിക്കണം. ദയയുടെ വലിയ മാതൃക കാണിച്ചു തന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നബിയുടെ ജീവിതത്തിലെ ഒരു സംഭവം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളും ഒരു യാത്രയിലായിരുന്നു. യാത്രക്കിടയിൽ വിശ്രമിക്കാൻ അവർ ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്നു. ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സ്വഹാബി അവിടെ ഒരു മാടപ്രാവിനെ കണ്ടു. അതിൻ്റെ കൂടെ 2 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. ഇത് കണ്ട സ്വഹാബി ആ പക്ഷി കുഞ്ഞുങ്ങളെ എടുത്തു. ഇത് കണ്ട തള്ളപ്രാവ് കരഞ്ഞുകൊണ്ട് അവരുടെ പിന്നാലെ വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ആരാണ് തള്ളപ്രാവിൽ നിന്നും അതിൻ്റെ കുട്ടികളെ അകറ്റിയത്? അപ്പോൾ സ്വഹാബി പറഞ്ഞു, ഞാനാണ് നബിയെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്നാൽ നീ ആ കുട്ടികളെ അതിന് തിരിച്ചു നൽകുക. ഈ കഥ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും വെറുതെ ഒരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ല. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ പിൻപറ്റിയാൽ നമ്മൾ നല്ല മനുഷ്യരാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, എന്നാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ കൊച്ചു പ്രസംഗം ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.